നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 12 ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ പോർഷൻസ് എല്ലാം പഠിച്ച് സെറ്റ് അല്ലേ? ഇനി നമുക്ക് പരീക്ഷ എഴുതി നോക്കണ്ടേ? അപ്പോൾ എത്രത്തോളം പഠിച്ചു, എങ്ങനെയാണ് നിലവാരം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി എക്സാംസ് എഴുതണം. എക്സാംസ് ഒന്നും നിർത്താൻ പോകുന്നില്ല, എല്ലാ ദിവസവും എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും എക്സാമിലേക്ക് കടക്കാം. 15 ചോദ്യങ്ങളുണ്ട്, 13 മാർക്കാണ് ഇന്നത്തെ എക്സാമിന്റെ കട്ട് ഓഫ്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 75% 45% തമ്മിലുള്ള വ്യത്യാസം 2700 ആണെങ്കിൽ സംഖ്യ ഏത്? അടുത്ത ചോദ്യം, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40% പെൺകുട്ടികളാണ്. എത്ര പെൺകുട്ടികൾ കൂടി വന്നാൽ ഇത് 50% ആകും? ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതാം. 3. Pick out the adverb from the following sentence. Shreya sang melodiously at the function. ഇതില് ഏത് പാർട്ടാണ് adverb? Sang, melodiously, function, Shreya. 4. Artist must be dash. Otherwise, they just repeat what they see or hear. Create, creative, created, creating. 5. Give the noun form of the adjective atrocious. Atrocious in a noun form ഈ ഓപ്ഷൻ സി എന്ന് എടുത്തെഴുതാം. 6. Cry over spilt milk. ഇതിന്റെ പരിഭാഷ എന്താണ്? വെളുത്തതെല്ലാം പാലല്ല, കുരുന്നിലെ നുള്ളുക, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. 7. കാഷ്വൽ ലീവ്. ഇതിന്റെ പരിഭാഷ എന്തുവാ? ആർജിത അവധി, ആകസ്മിക അവധി, അനാവശ്യ അവധി, അല്പദിവസ അവധി. 8. താഴെ പറയുന്നവയിൽ ഘ്രാണശക്തി കൂടുതലുള്ള ജീവികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? സ്രാവ്, നായ, പാമ്പ്, ഇവയെല്ലാം. 9. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രസ്താവന, വൈറ്റ് കെയിൻ ഭാരം കുറഞ്ഞ പൊള്ളയായ അലുമിനിയം ദണ്ഡാണ്. മൂന്നാമത്തേത്, തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും തലകീഴായതുമായ കാഴ്ച സാധ്യമാക്കുന്നു. 4ാമത്തെ പ്രസ്താവന, റെറ്റിനയിൽ നിന്ന് സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്ന നാഡികളാണ് നേത്രനാഡികൾ. അപ്പൊ ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. 10. ചുവടെ പറയുന്നവയിൽ മഴവിലിന്റെ പര്യായ പദം കണ്ടെത്തുക. രോഹിതം, ആദപത്രം, രഥം, ബിലം. 11. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. മധുബൻ വണ്ട്, തിങ്കൾ ചന്ദ്രൻ, കതിർ രശ്മി, വാടി ആകാശം. 12. ചുവടെ പറയുന്നവയിൽ ഉള്ളൂർ എസ് പരമേശ്വരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉമാകേരളം, ഓമന, അരുണോദയം, പിങ്കള. 13. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഡോക്ടർ APJ അബ്ദുൽ കലാം 1931 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത്. രണ്ടാമത്തേത്, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയുടെ ജന്മദേശം. മൂന്നാമത്തേത്, പുനലൂരാണ് K ദാമോദരന്റെ ജന്മദേശം. 4ാമത്തെ പ്രസ്താവന, ഇന്ദിര എന്നത് K ദാമോദരന്റെ നോവലാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക. 14. ഇന്ന് ചെയ്യാൻ തന്നില്ലായിരുന്നോ 10th പ്രിലിംസ് 2022 4ാം ഘട്ട പരീക്ഷയുടെ ചോദ്യ പേപ്പർ? അതിൽ നിന്നുള്ള 2 ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. 14ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 12, ഫെബ്രുവരി 21, മാർച്ച് 22, മാർച്ച് 21. 15. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഭോപ്പാൽ, നാഗ്പൂർ, റായ്പൂർ, ഡൽഹി. ഇത്രയായിരുന്നേ ചോദ്യങ്ങൾ. ഇനി ഉത്തരങ്ങൾ നോക്കാവേ.
ആദ്യത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 75% 45% തമ്മിലുള്ള വ്യത്യാസം 2700 ആണെങ്കിൽ സംഖ്യ ഏത്? ഉത്തരം ബി ആണ്, 9000. എങ്ങനെ കിട്ടും? 75% 45% തമ്മിലുള്ള വ്യത്യാസം, 75% 45% തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ചോദിച്ചേ? അപ്പൊ 75 - 45 എന്ന് പറയുന്നത് 30%. 30%. അപ്പൊ 30% എത്രയും തന്നേക്കുന്നത്? 2700 എന്ന് തന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ സംഖ്യ ഏത്? സംഖ്യ എന്ന് പറയുമ്പോൾ 100% അല്ലേ? അപ്പൊ 100% എത്ര എന്നാണ് കണ്ടുപിടിക്കാറുള്ളത്? 100% എക്സ് എന്ന് എടുത്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടും. എത്രയെന്ന് കിട്ടും? 9000 ആണ് ആൻസർ. അടുത്ത ചോദ്യം 2. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40% പെൺകുട്ടികളാണ്. അപ്പൊ 50 പിള്ളേരല്ലേ ഉള്ളത്? അപ്പൊ അതില് 40% പെൺകുട്ടികളാണെങ്കിൽ 100% ടോട്ടൽ സ്റ്റുഡൻസ്. 100% ടോട്ടൽ സ്റ്റുഡൻസ്. അതിൽ 40% പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുടെ ശതമാനം എത്രയാണ്? 60% അപ്പൊ 50 പേരുള്ള ക്ലാസ്സില് 40% പെൺകുട്ടികളെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയാ? 50 × 40/100. 50 × 40/100 എന്ന് പറയുമ്പോൾ 20 പെൺകുട്ടികളാ ഉള്ളത്. 60% അല്ലേ ആൺകുട്ടികള്? അപ്പൊ 50 പേരുള്ള ഒരു ക്ലാസ്സില് 60% ആൺകുട്ടികളാണ്. അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 50 × 60/100 എത്രയെന്ന് വരും? 30 എന്ന് വരും. ആൺകുട്ടികളുടെ എണ്ണം 30, പെൺകുട്ടികളുടെ എണ്ണം 20. എത്ര പെൺകുട്ടികൾ കൂടി വന്നാൽ ഇത് 50% ആകും? അതായത് ഒരു ക്ലാസ്സില് രണ്ടുപേരും തുല്യർ, 50% എന്ന് പറയുമ്പം പകുതി ആൺപിള്ളാരും പകുതി പെൺപിള്ളാരും ആകണമെങ്കിൽ എത്ര പെൺകുട്ടികളും കൂടെ വേണം? ആൺകുട്ടികൾ 30 പേരല്ലേ? അപ്പൊ 10 പെൺകുട്ടിയും കൂടെ വന്നാൽ പെൺകുട്ടിയുടെ എണ്ണം എത്രയാവും? 30 ആവും. അപ്പൊ രണ്ടുപേരുടെ എണ്ണവും 50%, അതായത് ഈക്വൽ ആവും. അപ്പൊ എത്ര പെൺകുട്ടികളും കൂടെ വരണം? 10 പെൺകുട്ടികളും കൂടെ വരണം. അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ ആഡ്വർബ് ഫ്രം ദ ഫോളോയിങ് സെന്റൻസ്. ശ്രേയ സാങ് മെലോഡിയസ്ലി. അപ്പോ സാങ് പാടിയതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി, വേർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ മെലോഡിയസ്ലി എന്ന് ചേർത്തത്. അപ്പൊ വേർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്നത് കൊണ്ട് അതാണ് ആഡ്വർബ് മെലോഡിയസ്ലി. 4. ആർട്ടിസ്റ്റ് മസ്റ്റ് ബി ഡാഷ്, അതർവൈസ് ദേ ജസ്റ്റ് റിപ്പീറ്റ് വാട്ട് ദേ സീ ഓർ ഹിയർ. ആർട്ടിസ്റ്റ് മസ്റ്റ് ബി ക്രിയേറ്റീവ്. ആർട്ടിസ്റ്റ് ക്രിയേറ്റീവ് ആയിരിക്കണം. അഡ്ജക്റ്റീവ് ആണ് അവിടെ. അടുത്തത് 5. ഗീവ് ദ നൗൺ ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് അട്രോഷ്യസ്. അട്രോഷ്യസിന്റെ നൗൺ ഫോം അട്രോസിറ്റി ആണ്. എ. 6. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക എന്നുള്ളതാണ്. ഡി. കാഷ്വൽ ലീവ് എന്ന് വെച്ചാൽ എന്തുവാ പരിഭാഷ? ആകസ്മിക അവധിയാണ് കാഷ്വൽ ലീവ്. 8. താഴെ പറയുന്നവയിൽ ഘ്രാണശക്തി കൂടുതലുള്ള ജീവികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഡി. ഇവയെല്ലാം. 9. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. സി ആണ് തെറ്റ്. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥതും നിവർന്നതുമായ കാഴ്ചയാണ് സാധ്യമാക്കുന്നത്, തലകീഴായിട്ടുള്ളതല്ല. റെറ്റിനയിൽ പതിക്കുന്നതാണ് തലകീഴായിട്ടുള്ള ഇമേജ്. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ചയാണ് സാധ്യമാക്കുന്നത്. 10. ചുവടെ പറയുന്നവയിൽ മഴവിലിന്റെ പര്യായ പദം ഏതാണ്? രോഹിതമാണ്. എ. 11. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ഡി ആണ്. വാടി എന്നാൽ പൂന്തോട്ടം എന്നാണ് അർത്ഥം. ബാക്കിയെല്ലാം ശരിയാ. 12. ചുവടെ പറയുന്നവയിൽ ഉള്ളൂർ പരമേശ്വരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാ? ഓമന. ഓമന എന്ന കൃതി കെ ദാമോദരന്റേതാണ്. ഇത് പഠിക്കാൻ തന്നത് APJ അബ്ദുൽ കലാം, ഉള്ളൂർ പരമേശ്വര അയ്യർ, കെ ദാമോദരൻ. അപ്പൊ അതില് ഓമന എന്നത് കെ ദാമോദരന്റെയാ. ഉമാകേരളം, അരുണോദയം, പിങ്കള എന്നിവ ഉള്ളൂർ പരമേശ്വര അയ്യരുടെ കൃതികളാണ്. 13. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. സി ആണ്. പുനലൂരല്ല കെ ദാമോദരന്റെ ജന്മദേശം, മയ്യനാടാണ്. കൊല്ലം ജില്ലയിലെ മയ്യനാട്. ബാക്കിയെല്ലാം ശരിയാ. 14. ഇന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യ. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 21 ഇൻഡിജീനിയസ് ലാംഗ്വേജ് ഡേ. 15. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? നാഗ്പൂർ ആണ്. നാഗ്പൂർ. അപ്പൊ ഇത്രയായിരുന്നു ചോദ്യം. എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്ക്? താഴെ നിന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നാളെ ഡേ 13 ആണ്. നാളത്തെ പോർഷൻസ് ഒക്കെ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. ടെലഗ്രാമിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം.